അപ്പോൾ ജോബി, നമ്മൾ ഈ ഡെറിവേറ്റീവ് എന്ന കോൺസെപ്റ്റിൽ വന്നെത്തിയത് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി മുഖാന്തരമാണ് അല്ലേ? ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിനെ പറ്റി സംസാരിച്ചപ്പോഴാണ് നമുക്ക് ഡെറിവേറ്റീവ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആവശ്യം വന്നത്, കാൽക്കുലസും ആവശ്യം വന്നത്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഒരു പാർട്ടിക്കിളിന്റെ ഇക്വേഷൻ ഓഫ് മോഷൻ എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ടി. ഓക്കെ, അപ്പോൾ ഇതിന് ഒരു ഗ്രാഫ് ഉണ്ടെന്ന് വയ്ക്കാം. ഇത് ടി, ഇത് എക്സ്, ഇത് വന്നിട്ട് നമ്മുടെ എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ടി ഫംഗ്ഷന്റെ ഗ്രാഫ്. അപ്പൊ നമ്മൾ പറഞ്ഞു ഏതെങ്കിലും ഒരു സമയത്ത്, ഫോർ എക്സാമ്പിൾ ഈ സമയത്ത് നമുക്ക് ഒരു ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ന് പറഞ്ഞ ഒരു സാധനം ഡിഫൈൻ ചെയ്യുക. അതിന്റെ ഫിസിക്കൽ മീനിങ് എന്താണെന്ന് വെച്ചാൽ ആ പാർട്ടിക്കിളിന്റെ അവിടുത്തെ സ്പീഡോമീറ്റർ വാല്യൂ, അതൊരു കാറാണെങ്കിൽ അവിടുത്തെ ആ സമയത്തിലത്തെ സ്പീഡോമീറ്റർ വാല്യൂ ആണെന്ന് പറഞ്ഞു. പിന്നെ ഗ്രാഫിക്കലായിട്ട് ആ പോയിന്റിലത്തെ ടാൻജന്റിന്റെ സ്ലോപ്പ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ ഒരു ടാൻജന്റ് വരയ്ക്കാൻ പറ്റുകയാണെങ്കിൽ ഈ ടാൻജന്റിന്റെ, ഇത് ടാൻജന്റ് ചെറുതായിട്ട് ടാൻജന്റ് ആയിട്ടുള്ളത് അല്ലാതെ ഇത് കോഡായിട്ട് വന്നിട്ടുണ്ട്, പക്ഷെ അത് ടാൻജന്റ് ആണെന്ന് വിചാരിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ടാൻജന്റിന്റെ സ്ലോപ്പ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇതിനെ അനലിറ്റിക്കലായിട്ട് എങ്ങനെ ഡിഫൈൻ ചെയ്തത്? വി ടി ഇസ് ഈക്വൽ ടു ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി എന്ന് പറഞ്ഞു. ഇങ്ങനെയാണ്. സോറി, ഇതിൽ വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യം ഞാൻ മറന്നുപോയി. വി ടി ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ഇസ് ലിമിറ്റ് ഡെൽറ്റ ടി ഗോയിങ് ടു 0 ഓഫ് ദി ആവറേജ് വെലോസിറ്റി ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി ആണ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ന് പറഞ്ഞു. അപ്പൊ ഇത് എക്സ് വേഴ്സസ് ടിന്റെ കേസിലല്ലേ. ഇപ്പൊ ഇതിന് പകരം ഇപ്പൊ നമ്മളൊരു ജനറൽ ഫംഗ്ഷൻ വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എടുക്കുകയാണെന്ന് വയ്ക്കുക. അപ്പോൾ അതിനും ചിലപ്പോൾ ഇതേമാതിരി ഒരു ഗ്രാഫ് ഉണ്ടാവും, ഒരു ഇക്വേഷൻ ഉണ്ടാവും. ഇക്വേഷൻ ഇതാണ്, y is equal to f of x. അപ്പൊ ഇതിന്റെ ഗ്രാഫ് ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും. ഇത് എക്സ്, ഇത് വൈ, ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ y is equal to f of x. ഇത് നമ്മുടെ ഫംഗ്ഷൻ y is equal to f of x. y is equal to f of x ഫംഗ്ഷന്റെ ഗ്രാഫാണിത്. ഇവിടെ ചെയ്ത മാതിരി നമുക്ക് ഒരു എക്സ് വാല്യൂവില് നമുക്ക് ഒരു ഇതിനെ നമ്മൾ എന്താ വിളിച്ചത്? ഇതിനെ നമ്മൾ ഡി എക്സ് ബൈ ഡി ടി എന്ന് വിളിച്ചു അല്ലെ, ഡി ബൈ ഡി ടി ഓഫ് എക്സ്. ഇതിനെ നമ്മൾ ഡെറിവേറ്റീവ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു, ഡെറിവേറ്റീവ് ഓഫ് ദ ഫംഗ്ഷൻ എക്സ് ഓഫ് ടി, ഇല്ലെങ്കിൽ ദ ഡെറിവേറ്റീവ് ഓഫ് ദ ഫംഗ്ഷൻ എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ടി. രണ്ടും എങ്ങനെ വേണമെങ്കിലും പറയാം. ഓക്കെ, ഇതിനെ വേണമെങ്കിൽ എന്താ പറയാ, എക്സ് ഓഫ് ടി എന്നും പറയാം. അപ്പോൾ ഇതിനെ വേണമെങ്കിൽ ഡി എഫ് ബൈ ഡി ടി എന്നും പറയാം, എങ്ങനെ വേണമെങ്കിലും പറയാം. ഓക്കെ, അപ്പോൾ എക്സ് ആസ് എ ഫംഗ്ഷൻ ഓഫ് ടി ആണെങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ എഴുതുക, ഡി എഫ് ബൈ ഡി ടി. ഓക്കെ, ഇല്ലെങ്കിൽ എക്സിനെ ഡയറക്റ്റ് ആയിട്ട് ഒരു ഫംഗ്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യണമെങ്കിൽ ഡി എക്സ് ബൈ ഡി ടി എങ്ങനെ വേണമെങ്കിലും എഴുതാം. അപ്പൊ അതേമാതിരി ഇവിടെയും നമുക്ക് ഒരു ഡി വൈ ബൈ ഡി എക്സ് ഡിഫൈൻ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. ഡി വൈ ബൈ ഡി എക്സ് എന്തായിരിക്കും? ഇത് ലിമിറ്റ് ഡെൽറ്റ എക്സ് ഗോയിങ് ടു 0 ഓഫ് ദ റേഷ്യോ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ്. ഇവിടെ നമുക്ക് ഈ എന്താ പറയുക, ഇതിനെ നമുക്ക് ഈ ഡി വൈ ബൈ ഡി എക്സിനെ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇൻസ്റ്റന്റ് എന്നൊക്കെ പറയുമ്പോൾ അത് ടൈം ആയിരിക്കണം. ഇവിടെ എക്സ് ടൈം ആവണമെന്നില്ല, വേറെ എന്തൊരു ക്വാണ്ടിറ്റി ആവാം. അപ്പോൾ ഇതിനെ എങ്ങനെയാ പറയാ? ഇതിനെ നമുക്ക് ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറയാം. ഓക്കെ, അതായത് ഇൻസ്റ്റന്റേനിയസ് പറയാൻ പറ്റില്ല, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വൈ with respect to x for an x.
റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഫോർ എൻ എക്സ്. അതായത് ഈ എക്സില് ഈ ഇവിടെ എന്താണോ എക്സിന്റെ വാല്യൂ, ആ വാല്യൂവിന് ആ എക്സില് എന്താണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ്, അതാണ് ഈ dy ബൈ dx. ഇവിടെയും നമുക്ക് അങ്ങനെ വേണമെങ്കിൽ പറയാം, ഈ dx ബൈ dt എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു ടി ഫോർ ദിസ് ടി. അതേമാതിരി dy ബൈ dx is the rate of change of y with respect to x for this x. അപ്പോൾ ഡെൽറ്റ y ബൈ ഡെൽറ്റ എക്സ് നമ്മൾ എന്ത് പറയും? ഇവിടെ ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടിനെ നമ്മൾ ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞു ഇല്ലേ? ഇവിടെ ഡെൽറ്റ y ബൈ ഡെൽറ്റ എക്സിനെ എന്ത് പറയും? ദിസ് ഇസ് ദി ആവറേജ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു എക്സ് ഫോർ ദിസ് ഇന്റർവെൽ ഡെൽറ്റ എക്സ്. ഓക്കെ, അപ്പൊ ഇതിനെ നമ്മൾ എന്ത് പറയും? ആവറേജ് റേറ്റ് of change of y with respect to x. ഇവിടെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് എക്സിന് വേറെ പേരൊന്നുമില്ല. ഇവിടെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു ടി അതിനൊരു പേരുണ്ട്, വെലോസിറ്റി. ഇവിടെ അങ്ങനെയൊന്നും വിളിക്കാൻ പറ്റില്ല. അപ്പൊ വെറുതെ ആവറേജ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു എക്സിനെ ഈ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സിനെ വിളിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഡെൽറ്റ വൈ ഏത് ഇന്റർവെല്ലാണ് എടുക്കുന്നത്? ഒരു ഡെൽറ്റ എക്സ്. നമ്മൾ സാധാരണ ഈ ഡെൽറ്റ എക്സ് ഇതിന്റെ റൈറ്റ് സൈഡിലാണ്. അപ്പൊ ഇതാണ് എക്സ് എന്ന് പറഞ്ഞാൽ, ഇതാണ് ഒരു എക്സ് വാല്യൂ പറഞ്ഞാൽ, ഇവിടെ നമ്മൾ ഒരു ഇതാണ് ഡെൽറ്റ എക്സ്, ഇത്രയും ദൂരമാണ് ഡെൽറ്റ എക്സ്. അപ്പൊ ഈ പോയിന്റ് എന്തായിരിക്കും? ഈ പോയിന്റ് വന്നിട്ട് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ആണ്. ഇത് എക്സ് ആണെങ്കിൽ ഡെൽറ്റ എക്സും കൂടെ കൂട്ടിയാൽ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ്. അപ്പൊ ഈ പോയിന്റ് വന്നിട്ട്, ഈ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് എന്താണ്? ഈ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് വന്നിട്ട് എക്സ് കോമ എഫ് ഓഫ് എക്സ്. പിന്നെ ഈ എക്സ് പ്ലസ് ഡെൽറ്റ എക്സില് എന്താണ് വൈ? ഇതാണ് വൈ. അപ്പൊ ഈ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് എന്തായിരിക്കും? ഈ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് വന്നിട്ട് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് കോമ എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ്. ഇതാണ് ഈ പോയിന്റിലത്തെ കോർഡിനേറ്റ്സ്. അപ്പോൾ ഇവിടുത്തെ വൈ വാല്യൂ എന്ന് പറയുന്നത്, അതായത് ഇവിടുത്തെ ഈ വൈ വാല്യൂ എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ആണ്. ഇവിടുത്തെ വൈ വാല്യൂ എഫ് ഓഫ് എക്സ് ആണ്. അപ്പൊ നമുക്ക് ഈ dy ബൈ ഡി എക്സിനെ എങ്ങനെ എഴുതാം? dy ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ എക്സ് ഗോയിങ് ടു 0 ഡെൽറ്റ വൈ എന്ന് പറഞ്ഞാൽ ഈ ചേഞ്ച് ഇൻ വൈ എന്താണ്? എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. അപ്പോൾ നമ്മൾ ഈ എഫ് ഓഫ് എക്സിനെ വെച്ചിട്ട് dy ബൈ ഡി എക്സിന് ഇങ്ങനെയാണ് എഴുതുക: എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ബൈ ഡെൽറ്റ എക്സ്. എന്നിട്ട് നമ്മൾ ഡെൽറ്റ എക്സിനെ 0യിലേക്ക് കൊണ്ടുപോകും. ഡെൽറ്റ എക്സ് 0 ആക്കില്ല, ഡെൽറ്റ എക്സിനെ 0യിൽ കൊണ്ടുപോകും. എന്നിട്ട് നമ്മൾ ഈ റേഷ്യോന്റെ ലിമിറ്റ് എന്താണെന്ന് കണ്ടുപിടിക്കും. അതാണ് dy ബൈ ഡി എക്സ്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു ഈ ഡെൽറ്റ എക്സിനെ 0യിൽ കൊണ്ടുപോകുന്നത് എങ്ങനെ വേണമെങ്കിലും ആവാം. ഇവിടെ ഞാൻ റൈറ്റ് സൈഡിലാണ് എടുത്തിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഈ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് എടുക്കുന്നതിന് പകരം എക്സ് മൈനസ് ഡെൽറ്റ എക്സ് എടുക്കുക. എന്നിട്ട് അങ്ങനെ ഡെൽറ്റ എക്സിനെ ചെറുതാക്കി എക്സ് മൈനസ് ഡെൽറ്റ എക്സിനെ എക്സിലേക്ക് കൊണ്ടുവരിക. ഇവിടെ നമ്മൾ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് എടുത്തിട്ട് ഡെൽറ്റ എക്സിനെ ചെറുതാക്കി എക്സ് പ്ലസ് ഡെൽറ്റ എക്സിനെ എക്സിലേക്ക് കൊണ്ടുവരികയാണ്. ഇല്ലെങ്കിൽ നമുക്ക് ഈ എക്സിനെ ചുറ്റിപ്പറ്റിയിട്ട് ഒരു ഡെൽറ്റ എക്സ് എടുക്കാം, എങ്ങനെ വേണമെങ്കിലും എടുക്കാം. പക്ഷെ ഞാൻ പറഞ്ഞു ഒരു ലിമിറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഏത് തരം ഡെൽറ്റ എക്സ് എടുത്താലും ഒരേ ലിമിറ്റ് ആയിരിക്കും കിട്ടണമെന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ സിറ്റുവേഷൻസ് ആണ് നമ്മൾ കൂടുതലും ചെയ്യുക. ലിമിറ്റ് ഉള്ള കേസസ് ആണ് നമ്മൾ കൂടുതലും ചെയ്യുക. ഒട്ടുമിക്കവാറും നമ്മൾ അങ്ങനത്തെ കേസസ് ചെയ്യുക. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഡെൽറ്റ എക്സ് എങ്ങനെ വേണമെങ്കിലും എടുക്കാമല്ലോ, കാരണം ലിമിറ്റ് യൂണിക് ആണല്ലോ. അതുകൊണ്ട് ഇതാണ് ഏറ്റവും കൂടുതൽ സൗകര്യം. അതായത് എക്സിന്റെ റൈറ്റ് സൈഡിൽ ഒരു ഡെൽറ്റ എക്സ് എടുക്കുന്നതാണ് ഏറ്റവും കൂടുതൽ സൗകര്യം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇവിടെ പറഞ്ഞ മാതിരി ഇവിടെയും ഒക്കെ പറയാം, ഞാനത് പറയുന്നില്ല. ഇതേ കേസ് തന്നെ ഇവിടേക്കും നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് പറയാം. അപ്പൊ നമുക്ക് ഇവിടെ ഇമ്മീഡിയറ്റ് ആയിട്ട് ആവശ്യം എന്താ അറിയോ? നമുക്ക് ഈ ലിമിറ്റ് എങ്ങനെ കണ്ടുപിടിക്കാന്നാണ് നമ്മുടെ ആവശ്യം. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ലിമിറ്റ്സിനെ പറ്റിയിട്ട് ചെറുതായിട്ട് സംസാരിക്കുക പറഞ്ഞാൽ നമ്മളൊരു ഇൻറ്റ്യൂഷനൊക്കെ ഉപയോഗിച്ചിട്ടാണ് സംസാരിക്കാൻ പോകണം കേട്ടോ. നമ്മൾ റിഗറസ് ആയിട്ടൊന്നുമല്ല സംസാരിക്കാൻ പോകണം. കാരണം നമ്മളുടെ ഉദ്ദേശം ഫിസിക്സ് ആണ്, പ്യുവർ മാത്തമാറ്റിക്സ് അല്ല.
അപ്പം നമ്മുടെ ഒരു ഇൻറ്റ്യൂഷൻ, ബോധോദയം അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ ലിമിറ്റ്സിനെ പറ്റി സംസാരിക്കാൻ പോണത്. നിങ്ങളുടെ മാത്സ് ബുക്കിലും ഏകദേശം അതുമാതിരി തന്നെ സംസാരിക്കുള്ളൂ. ഇനി നിങ്ങൾ ഇതൊക്കെ വിട്ടിട്ട് നിങ്ങൾ മാത്സ് മാത്രം പഠിക്കാൻ സ്കൂളൊക്കെ വിട്ടിട്ട് പോവുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾ ഇതിനെക്കാട്ടിലും ഭയങ്കര റിഗറസ് ആയിട്ടൊക്കെ ഈ ലിമിറ്റ്സിനെ പറ്റിയിട്ടൊക്കെ പഠിക്കും. ഓക്കെ, അപ്പോൾ ലിമിറ്റ്സിനെ പറ്റി നമുക്ക് സംസാരിക്കാം ചെറുതായിട്ട്. ഓക്കെ, അപ്പോൾ ഒരു ഫംഗ്ഷൻ ഉണ്ടെന്ന് വെക്കുക, എഫ് ഓഫ് എക്സ്. അപ്പോൾ നമുക്ക് ഈ ഫംഗ്ഷന് ലിമിറ്റ് ഈ എക്സ് എ എന്ന് പറഞ്ഞ വാല്യൂയിലേക്ക് പോകുമ്പോൾ ഇതിന്റെ ലിമിറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിനൊരു ഗ്രാഫ് ഉണ്ടെന്ന് വെക്കാം. ഓക്കെ, ഇത് എക്സ്, ഇത് വൈ, ഇത് നമ്മുടെ y = f of x. അപ്പോൾ ഇവിടെ എവിടെയോ എ എന്ന് പറഞ്ഞ എക്സ് വാല്യൂ ഉണ്ടെന്ന് വെക്കാം. അപ്പോൾ നമ്മുടെ എക്സ് എയിലേക്ക് പോകുമ്പോൾ എന്താണ് ഈ എഫ് ഓഫ് എക്സിന്റെ ലിമിറ്റ് എന്ന് നമുക്കറിയാം. ഓക്കെ, സി ഈ എഫ് ഓഫ് എക്സ് ഒരു സാധാരണ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെന്ന് വെക്കാം. നമ്മൾ കൂടുതലും അങ്ങനത്തെ ഫംഗ്ഷൻസ് ആയിട്ടാണ് നമ്മൾ ഇടപഴകാൻ പോണത്. ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെങ്കിൽ ഉണ്ടല്ലോ, ഈ ലിമിറ്റ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഫോർ എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ, ലിമിറ്റ് x going to a of f of x is equal to f of a. അതായത് നമ്മൾ ഈ എക്സില് എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്താണ് എഫ് ഓഫ് എ കിട്ടണോ അത് തന്നെയാണ് ഈ ലിമിറ്റും കിട്ടുക. ഫോർ എക്സാമ്പിൾ ഒരു എന്താ പറയാ, നമുക്ക് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 2x² ഉള്ളൊരു ഫംഗ്ഷൻ എടുക്കാം. ഇതൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ. എന്താ ജോബി കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ? പൊട്ടലൊന്നുമില്ലാത്ത ഫംഗ്ഷൻ, ബ്രേക്ക് ഒന്നുമില്ലാത്ത ഫംഗ്ഷൻ. അതെ, പൊട്ടലൊന്നുമില്ലാത്ത ഫംഗ്ഷൻ, ബ്രേക്ക് ഒന്നുമില്ലാത്ത ഫംഗ്ഷൻ, അതിനാണ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇത് അങ്ങനത്തെ ഒരു ഫംഗ്ഷനാണ്. 2x² എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിന്റെ ലിമിറ്റ് കണ്ടുപിടിക്കണം എന്ന് വെക്കാം. എപ്പോ ഫോർ എക്സാമ്പിൾ ലിമിറ്റ് എക്സ് ഗോയിങ് ടു 2, അതായത് നമ്മുടെ ഇവിടെ എ എന്ന് പറയുന്ന സാധനം 2 ആണെന്ന് വെക്കാം. അതായത് എക്സ് ഗോയിങ് ടു 2 എഫ് ഓഫ് എക്സ് എന്താണ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞ മാതിരി ഇതൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയതുകൊണ്ട് ഇതിന്റെ ലിമിറ്റ് വെറുതെ ഇവിടെ എക്സ് = 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ എക്സ് = 2, 2² is 4, 4 × 2 8. ഇത് 8 ആണ്. ഇതിന് നമ്മൾ ലിമിറ്റ് വഴി തന്നെ നമ്മൾ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ഫോർ എക്സാമ്പിൾ റൈറ്റ് സൈഡിൽ നിന്ന് നമ്മുടെ എക്സിനെ ഈ 2ന്റെ അടുത്തേക്ക് കൊണ്ടുവരും. അതായത് നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ 2.1, പിന്നെ അത് കഴിഞ്ഞിട്ട് അതിനെക്കാളും കുറച്ചും കൂടെ അടുത്ത 2.01, പിന്നെ അതിനെക്കാളും കുറച്ചും കൂടെ അടുത്ത 2.001, പിന്നെ അതിനെക്കാളും കുറച്ചും കൂടെ അടുത്ത 2.0001. അങ്ങനെ കൊണ്ടുവന്നാൽ നമ്മുടെ ഈ വാല്യൂ എന്താണെന്ന് നോക്കും. അങ്ങനെ നോക്കിയിട്ട് കിട്ടുമ്പോഴും ഇതന്നെ കിട്ടുള്ളൂ, ഈ 8 തന്നെ കിട്ടുള്ളൂ. ഇതേമാതിരി കണ്ടിന്യൂസ് ഫംഗ്ഷൻസിന് ഇങ്ങനെ ലിമിറ്റ് ശരിയായിട്ട് നമ്മൾ കറക്റ്റായിട്ട് ലിമിറ്റ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ അവിടുത്തെ വാല്യൂ ആണ്. എന്തിന്? ഫോർ എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. ഇനി ഈ ഫംഗ്ഷന് ഒരു പൊട്ടലുണ്ട്, അവിടെ എയിലൊരു പൊട്ടലുണ്ടെന്ന് വെക്കുക. ഞാൻ അങ്ങനെ ഒരു പൊട്ടലുള്ള ഫംഗ്ഷനൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് നമ്മളൊരു പ്രോബ്ലം ചെയ്തപ്പോൾ. വി വേഴ്സസ് ടി ഗ്രാഫിന് ആ വി വേഴ്സസ് ടി ഗ്രാഫ്, ഒരു പൊട്ടലുള്ള വി വേഴ്സസ് ടി ഗ്രാഫ് അതിനെപ്പറ്റി നമ്മൾ സംസാരിച്ചിരുന്നു. അപ്പോൾ അതേമാതിരി ഒരു പൊട്ടലുള്ള ഫംഗ്ഷനിൽ നമുക്ക് അതായത് ഇപ്പോൾ അങ്ങനത്തെ ഒരു പൊട്ടലുള്ള ഫംഗ്ഷനിൽ നമുക്ക് എഫ് ഓഫ് എ എന്ന് പറഞ്ഞ സാധനം ഉണ്ടോ എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, ഫോർ a discontinuous function f of a may or may not exist. അതായത് ഒരു ഡിസ്കണ്ടിന്യൂസ് ഫംഗ്ഷന് എയിൽ തന്നെ എഫിനൊരു വാല്യൂ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. രണ്ടും ആവാം. ചിലപ്പോൾ എഫ് ഓഫ് എ എന്ന് പറഞ്ഞിട്ട് ഒരു യൂണിക് വാല്യൂ ഉണ്ടാവില്ല, ചിലപ്പോൾ എഫ് ഓഫ് എ എന്ന് പറഞ്ഞിട്ട് ഒരു യൂണിക് വാല്യൂ ഉണ്ടാവും. പക്ഷെ
ഇതിന്റെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ലിമിറ്റ് എക്സ് ഗോയിങ് ടു എ എഫ് ഓഫ് എക്സ് മേ ഓർ മേ നോട്ട് എക്സിസ്റ്റ്. ഞാൻ ഇതിന്റെ എക്സാമ്പിൾസ് ഒന്നും കാണിക്കില്ല. കാര്യം എന്താ പറയുക, ഇത് നമുക്ക് അത്ര ആവശ്യമില്ല. ഓക്കെ, ഇതൊക്കെ ഇങ്ങനെ ഉണ്ടെന്ന് വിചാരിച്ചാൽ മതി. അതായത് ഒരു പൊട്ടലുണ്ടെങ്കിൽ പലതരത്തിൽ പൊട്ടലുണ്ടാവാം. അപ്പോൾ ആ പലതരം പൊട്ടലിന്റെ കാര്യമനുസരിച്ച് എഫ് ഓഫ് എ ഉണ്ടാവാനും ഉണ്ടാവാതിരിക്കാനും സാധ്യതയുണ്ട്. എഫ് ഓഫ് എ ഉണ്ടായോ ഉണ്ടായില്ലയോ ഇതിന്റെ ലിമിറ്റ് ഉണ്ടാവാനോ ഉണ്ടാവാതിരിക്കാനോ സാധ്യതയുണ്ട്. ഈ ലിമിറ്റ് വേറെ, ആ ഫംഗ്ഷന്റെ അവിടുത്തെ വാല്യൂ വേറെ. ഓക്കെ, അപ്പൊ അത് കാണിക്കാനാണ് അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഒരു വാല്യൂവില് ആ ഫംഗ്ഷന് ഒരു വാല്യൂ ഉണ്ടോ, അല്ല, ഒരു എക്സ് വാല്യൂവിന് ഒരു ഫംഗ്ഷന് ഒരു വാല്യൂ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറെ കാര്യം, അതിന്റെ ലിമിറ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറെ കാര്യം. അതായത് നമ്മളിങ്ങനെ ചുരുക്കി ഇപ്പൊ 2.1 ഇങ്ങനെ നമ്മൾ 2ലേക്ക് കൊണ്ടുവരില്ലേ, എക്സിനെ 2ലേക്ക് കൊണ്ടുവരുന്നേ, ഇങ്ങനെ 2.1 2.01 അങ്ങനെ ചെറുതാക്കി അങ്ങനെ ഡെൽറ്റ എക്സിനെ ചെറുതാക്കി നമ്മൾ 2ലേക്ക് കൊണ്ടുവരില്ല. അതേമാതിരി നമ്മൾ ഇവിടെ എന്റെ അടുത്തേക്ക് നമ്മുടെ എക്സിനെ കൊണ്ടുവന്നാൽ ചിലപ്പോൾ ലിമിറ്റ് ഉണ്ടാവും, പക്ഷെ ആ വാല്യൂല് ആ ഫംഗ്ഷൻ ഒരു വാല്യൂ ഉണ്ടാവില്ല. ചിലപ്പോൾ ആ ഫംഗ്ഷൻ അവിടെ ഒരു വാല്യൂ ഉണ്ടാവും, പക്ഷെ ഒരു യുണീക്ക് ലിമിറ്റ് ഉണ്ടാവില്ല. അതായത് യുണീക്ക് ലിമിറ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡിൽ നിന്ന് നമ്മൾ ഡെൽറ്റ എക്സ് ചുരുക്കി കൊണ്ടുവരുമ്പോൾ ഒരു വാല്യൂ, ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഒരു എന്താ പറയുക ഡെൽറ്റ എക്സ് ചുരുക്കി കൊണ്ടുവരുമ്പോൾ വേറൊരു വാല്യൂ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ യുണീക്ക് ലിമിറ്റ് ഇല്ല. ഓക്കെ, അപ്പോൾ ഇതേമാതിരി സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവും. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ സിറ്റുവേഷൻസ് നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നില്ല. ഓക്കെ, അപ്പൊ അത് ഞാൻ അവിടെ വെച്ചിട്ട് നിർത്താൻ പോകണം. ഇനി ഇപ്പൊ ഞാൻ ഒരു ഒറ്റ ഫംഗ്ഷന്റെ ലിമിറ്റിനെ പറ്റിയില്ല സംസാരിച്ച്. നമുക്കിനി കോമ്പിനേഷൻസ് ഓഫ് ഫംഗ്ഷനെ പറ്റിയിട്ട് സംസാരിക്കാം. അതായത് ഇതപ്പോ ഒരു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ടെന്ന് വെക്കാം, പിന്നെ ഒരു ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ടെന്ന് വെക്കാം. അപ്പോ ചിലപ്പോൾ നമുക്ക് എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സിന്റെ ലിമിറ്റിനെ പറ്റി സംസാരിക്കേണ്ടി വരും. അതായത് ലിമിറ്റ് ഓഫ് എക്സ് ഗോയിങ് ടു എ ഓഫ് ദി സം. അപ്പൊ ഇത് നമ്മളൊന്ന് ആലോചിച്ചാൽ മതി. ഇത് ശരിക്കും പറഞ്ഞാൽ ദിസ് ഇസ് ഈക്വൽ ടു സം ഓഫ് ദ ലിമിറ്റ്സ്. അതായത് ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു എ എഫ് ഓഫ് എക്സ് പ്ലസ് ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു എ ജി ഓഫ് എക്സ്. അതായത് ദ ലിമിറ്റ് ഓഫ് എ സം ഇസ് സിംപ്ലി ദ സം ഓഫ് ദ ലിമിറ്റ്സ്. ഇത് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് ഒരു ബോധോദയം വെച്ചിട്ടാണ്. ഇപ്പൊ ഇതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. ഇങ്ങനെയാവണം നമ്മളിപ്പോൾ ആലോചിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഇതിന്റെ ലിമിറ്റ് കണ്ടുപിടിക്കുക? ഇങ്ങനെ ഒരു സമ്മിന്റെ നമ്മൾ ഓരോന്നിന്റെയും ലിമിറ്റ് തന്നെ കണ്ടുപിടിച്ചിട്ട് അങ്ങനെ ആഡ് ചെയ്തിട്ട് നമ്മൾ അങ്ങനെ കണ്ടുപിടിക്കുള്ളൂ. അപ്പോൾ ഇതൊരു വലിയ സർപ്രൈസിങ് കാര്യമൊന്നുമല്ല. അപ്പോൾ ഇതിനൊക്കെ വേണമെങ്കിൽ പ്രൂഫൊക്കെ കൊണ്ടുവരാം, പക്ഷെ അതിന്റെ ആവശ്യമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ പ്രൂഫിന്റെ ആവശ്യമില്ല. കാരണം നമ്മളൊരു ഇൻറ്റ്യൂഷനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെ തന്നെ ആവാനേ വഴിയുള്ളൂ എന്ന് നമുക്ക് തോന്നാൻ, ഇങ്ങനെ തന്നെ ആവാനേ വഴിയുള്ളൂ എന്നേ നമുക്ക് തോന്നുള്ളൂ. ഓക്കെ, അതേമാതിരി ഇതപ്പോ ഒരു സമ്മിന് പകരം ഒരു പ്രോഡക്റ്റ് ഓഫ് ഫങ്ഷൻസ് ആണെന്ന് വെക്കുക. അപ്പൊ ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു എ എഫ് ഓഫ് എക്സ് ടൈംസ് ജി ഓഫ് എക്സ്. ഇതും നമ്മൾ ആലോചിക്കുമ്പോൾ ഇതിപ്പോ എന്താണപ്പോ, ഇതിപ്പോ ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു എ എഫ് ഓഫ് എക്സ് ടൈംസ് ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു എ ഓഫ് ജി ഓഫ് എക്സ്. ഇതിലും വലിയ അത്ഭുതമൊന്നുമില്ല. ഇങ്ങനെ തന്നെ ആവാനേ വഴിയുള്ളൂ. കാരണം നമ്മൾ ഇതിന്റെ ഒരു പ്രോഡക്റ്റിന്റെ ലിമിറ്റ് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെ കണ്ടുപിടിക്കുള്ളൂ. അങ്ങനെ ഓരോന്നിന്റെ ഇതൊക്കെ ചെയ്തിട്ട് കണ്ടുപിടിക്കുക. ഇതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. ഞാൻ പറഞ്ഞു ഇതിനൊക്കെ ശരിക്കും റിഗ്രസ് പ്രൂഫൊക്കെ ചെയ്യാം, പക്ഷെ അതിന്റെ ആവശ്യമില്ല. നമുക്കൊക്കെ ഇതിലൊന്നും സർപ്രൈസിംഗ് ആയിട്ടൊന്നുമില്ല. അങ്ങനെ തന്നെ ആവാൻ വഴിയുള്ളൂ എന്നേ എല്ലാവർക്കും തോന്നുള്ളൂ. ഇനി ഏറ്റവും ഇൻട്രസ്റ്റിംഗ് കാര്യം ഏതാ അറിയോ? ഒരു റേഷ്യോ ഓഫ് ഫങ്ഷൻസ് എടുക്കുമ്പോൾ, അതായത് ലിമിറ്റ് x tending to a f of x divided by g of x. ഇവിടെയും this is simply equal to limit x tending to a of f of x divided by limit x tending to a of g of x. ഇതിലും ഇങ്ങനെ വരുന്നതിൽ
വലിയ അത്ഭുതമൊന്നുമില്ല. പക്ഷെ ഇവിടെ നമ്മൾ വളരെ സൂക്ഷിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യണം. ഈ ഒരു സിറ്റുവേഷനാണ് നമുക്ക് ആവശ്യം. കാരണം നമ്മുടെ ഇതില് എന്താ പറയാ, നമ്മുടെ ഡെറിവേറ്റീവില് ഇതേമാതിരി ഒരു റേഷ്യോ ആണ് വരുന്നത് അല്ലേ. നമ്മുടെ ഡെറിവേറ്റീവില് ഇതേമാതിരി ഒരു റേഷ്യോ ആണ് വരുന്നത്. ഇവിടെ ഒരു റേഷ്യോ ആണ് വരുന്നത്, ഒരു റേഷ്യോന്റെ ലിമിറ്റാണ് വരുന്നത്. അപ്പൊ ഇവിടെ ഇതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സിറ്റുവേഷൻ. ഓക്കെ, അപ്പൊ ഇവിടെ ഈ ഒരു കാര്യത്തില് നമുക്ക് ഇതേമാതിരി ഒരു റേഷ്യോന്റെ ലിമിറ്റിനെ പറ്റി സംസാരിക്കുമ്പോൾ ഇവിടെ മൂന്ന് കേസസ് ഉണ്ട്, 3 ഇൻട്രസ്റ്റിംഗ് കേസസ്. ഒന്ന്, അതായത് let us assume that limit x tending to a f of x is 0. അതായത് എക്സ് എയിലേക്ക് പോകുമ്പോൾ എഫ് ഓഫ് എക്സ് 0യിലേക്കാണ് പോണത്. നമ്മൾ ഒരിക്കലും എക്സിനെ എ ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നില്ല. ഓക്കെ, എക്സിനെ എ ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ല, എക്സിനെ എയിലേക്ക് കൊണ്ടുപോകണം. അങ്ങനെ എക്സിനെ എയിലേക്ക് കൊണ്ടുപോകുമ്പോൾ എഫ് ഓഫ് എക്സ് 0യിലേക്കാണ് പോകണമെന്ന് വിചാരിക്കുക. അതിനാണ് ലിമിറ്റ് എന്ന് പറയുന്നത്. അതേമാതിരി ലിമിറ്റ് എക്സ് ഗോയിങ് ടു എ ജി ഓഫ് എക്സ് ഒരു 0 അല്ലാത്ത വാല്യൂയിലേക്കാണ് പോകണമെന്ന് വെക്കുക, നോട്ട് ഈക്വൽ ടു 0. എഫ് ഓഫ് എക്സ് 0യിലേക്ക് പോണു, എക്സിനെ എയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ജി ഓഫ് എക്സ് വേറെ ഏതോ ഒരു നോൺ 0 വാല്യൂയിലേക്ക് പോണു, എക്സിനെ എയിലേക്ക് കൊണ്ടുപോകുമ്പോൾ. അപ്പോൾ ഈ ലിമിറ്റ്, അപ്പോൾ ഈ റേഷ്യോ ലിമിറ്റ് എന്താവും? അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു എ, എക്സ് ഗോയിങ് ടു എ, എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് ഈക്വൽ ടു 0 അല്ലെ. അതായത് എഫ് ഓഫ് എക്സ് 0യിലേക്ക് പോണു, ജി ഓഫ് എക്സ് 0യിലേക്കല്ല പോണത്. അപ്പൊ ഇവിടെ ഇപ്പൊ ഈ റേഷ്യോ എവിടേക്ക് പോയി എത്തിച്ചേരും? സംതിങ് ന്യൂമറേറ്റർ 0 ആവുന്ന ഒരു റേഷ്യോയിലേക്ക് എത്തിച്ചേരും. അപ്പൊ ന്യൂമറേറ്റർ 0, ഡിനോമിനേറ്റർ 0, അല്ലെങ്കിൽ ഇത് തീർച്ചയായിട്ടും ഈ ലിമിറ്റ് 0യിലേക്ക് തന്നെ പോകും. അപ്പോൾ ഓക്കെ, ഇതില് വലിയ അത്ഭുതമൊന്നുമില്ല. ഓക്കെ, ഈ രണ്ടാമത്തെ കേസ്, ലിമിറ്റ് എക്സ് ഗോയിങ് ടു എ, എഫ് ഓഫ് എക്സ് അങ്ങനെ എയിലേക്ക് പോകുമ്പോൾ എഫ് ഓഫ് എക്സ് ഏതോ ഒരു നോൺ 0 വാല്യൂയിലേക്കാണ് പോണെന്ന് വെക്കുക. പക്ഷേ നമ്മുടെ ജി ഓഫ് എക്സ് 0യിലേക്കാണ് പോണ വെക്കുക. ഇവിടെയാണ് ഡേഞ്ചർ. അപ്പൊ ഇവിടെ എന്താ പറ്റുക? ഇവിടെ ലിമിറ്റ് എക്സ് ഗോയിങ് ടു എ എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് എന്താ സംഭവിക്കുക? ഇവിടെ ന്യൂമറേറ്റർ ഏതോ ഒരു നോൺ 0 വാല്യൂയിലേക്ക് എത്തിച്ചേരുകയാണ്, ജി ഓഫ് എക്സ് 0യിലേക്ക് എത്തിച്ചേരുകയാണ്. അപ്പോൾ ഒരു റേഷ്യോ, നമ്മുടെ ന്യൂമറേറ്റർ ഒരു നോൺ 0 വാല്യൂ, ഡിനോമിനേറ്റർ 0യിലേക്ക് പോകുമ്പോൾ ഇത് എന്തിലേക്കാണ് പോവുക ജോബി? ഇൻഫിനിറ്റി. അതെ, ഇത് ഇൻഫിനിറ്റിയിലേക്കാണ് പോവുക. അപ്പൊ ഇതിന്റെ ഒരു ലിമിറ്റ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയാണ്. അപ്പൊ ഇങ്ങനെ ഇൻഫിനിറ്റി ആവുമ്പോൾ നമ്മൾ ഇതിന് ലിമിറ്റ് ഇല്ല എന്ന് തന്നെ പറയുള്ളൂ. കാരണം ഇൻഫിനിറ്റി എന്ന് പറയുന്നത് ഒരു സാധാരണ നമ്പർ ഒന്നുമല്ല. അപ്പൊ ഇതിനെ നമ്മൾ എന്താ പറയുക? നോ ലിമിറ്റ്. ലിമിറ്റ് ഇസ് അൺഡിഫൈൻഡ് എന്ന് പറയും. ഓക്കെ, ലിമിറ്റ് ഇസ് അൺഡിഫൈൻഡ്, ഇല്ലെങ്കിൽ ലിമിറ്റ് ഒന്നുമില്ല. കാരണം ഇൻഫിനിറ്റി എന്ന് പറയുന്നത് ഒരു സാധാരണ നമ്പർ ഒന്നുമല്ല. ഇനി ഏറ്റവും ഇൻട്രസ്റ്റിംഗ് കേസ് എന്താ അറിയോ? ഇതാണ് ലിമിറ്റ് എക്സ് ഗോയിങ് ടു എ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0, ലിമിറ്റ് എക്സ് ഗോയിങ് ടു എ ജി ഓഫ് എക്സ് ഈക്വൽ ടു 0. രണ്ടും 0യിലേക്കാണ് പോണത്. അപ്പോ ഇത് വന്നിട്ട് എഫ് ഓഫ് എക്സ് എന്ന് പറയണത് 0 ഓക്കെ, ഇത് വന്നിട്ട് 0/0 ഫോമിലേക്ക് വരും. ഈ 0/0 ഫോം എന്ന് പറഞ്ഞാൽ അൺഡിഫൈൻഡ് ആണ്. പക്ഷെ നമ്മൾ 0 ആയിട്ട് എടുക്കണില്ലല്ലോ. നമ്മൾ എക്സ് ഈക്വൽ ടു എ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ല, എക്സിനെ എയിലേക്ക് കൊണ്ടുപോകണേ ഉള്ളൂ. ഇവിടെയും എക്സിനെ എ ആയിട്ട് എടുക്കണില്ല, എക്സിനെ എന്റെ അടുത്ത് കൊണ്ടുപോകണേ ഉള്ളൂ. അപ്പോൾ ഈ റേഷ്യോ ശരിക്കും പറഞ്ഞാൽ എന്താ പറയാ, നമ്മൾ ആ 0/0 ഫോം ആണെങ്കിലും കൂടി നമ്മൾ എക്സ് ഈക്വൽ ടു എ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നില്ല. പക്ഷെ ഇതേമാതിരി ഒരു 0/0 ഫോം
എക്സാക്ട് ആയിട്ട് ഇത് സീറോ, ന്യൂമറേറ്റർ സീറോ, ഡിനോമിനേറ്റർ എക്സാക്ട് ആയിട്ട് സീറോ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇത് അൺഡിഫൈൻഡ് ആണ്. ന്യൂമറേറ്റർ സീറോ, ഡിനോമിനേറ്റർ സീറോ ആണെങ്കിൽ ഇത് അൺഡിഫൈൻഡ് ആണ്. പക്ഷേ നമ്മുടെ ഈ എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും സീറോയിലേക്ക് ഒരേ മാതിരിയാണ്, ഒരേ അളവിലാണ് പോണെന്ന് വെക്കുക. ഉദാഹരണത്തിന്, അതായത് നമ്മൾ എക്സിനെ കുറച്ച് എന്റെ അടുത്ത് കൊണ്ടുവന്നപ്പോഴുണ്ടല്ലോ, നമ്മുടെ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ 0.3 ആണെന്ന് വെക്കാം, ജി ഓഫ് എക്സിന്റെ വാല്യൂ 0.2 ആണെന്ന് വെക്കാം. അപ്പോ ഈ റേഷ്യോ എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് 0.3 ഡിവൈഡ് ബൈ 0.2 ആണ്. ഇനി നമ്മൾ എക്സിനെ കുറച്ചും കൂടെ എന്റെ അടുത്ത് കൊണ്ടുവന്നു വെക്കാം. അപ്പൊ ഇതിന്റെ വാല്യൂ 0.03 ആണെന്ന് വന്നു. ഇതിന്റെ താഴത്തെ ജി ഓഫ് എക്സിന്റെ വാല്യൂ 0.02 ആണെന്ന് വെക്കാം. ഇനി കുറച്ചും കൂടെ എക്സിനെ എന്റെ അടുത്ത് കൊണ്ടുവന്നു എന്ന് വെക്കാം. അപ്പൊ ഇത് വന്നിട്ട് 0.003 എന്ന് വെക്കാം. താഴത്തെ ജി ഓഫ് എക്സിന്റെ വാല്യൂ 0.002 എന്ന് വെക്കാം. അപ്പൊ ഇൻഡിവിജ്വലി ന്യൂമറേറ്ററും ഡിനോമിനേറ്റർ രണ്ടും സീറോയിലേക്കാണ് പോണത്. പക്ഷെ ഈ റേഷ്യോന് എന്താ പറ്റണത് ജോബി? ഇതിലൊക്കെ നമുക്ക് ഈ സീറോസിനൊക്കെ ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് 3/2 എന്ന് കിട്ടാൻ പറ്റുന്നുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതിലും 0.3/0.2 3/2, ഇവിടെ 0.03/0.02 3/2, ഇവിടെയും 0.003/0.02 3/2. അപ്പോ ഈ എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും തനിയെ ഒരേ രീതിയിലാണ്, ഒരേ മാതിരിയാണ് സീറോയിലേക്ക് പോണ വെച്ചാൽ ആ റേഷ്യോന് ഒരു ലിമിറ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അവിടെയാണ് നമ്മുടെ ഡെറിവേറ്റീവ് വരണത്. ഓക്കെ, നമ്മുടെ ഡെറിവേറ്റീവ് എവിടെയൊക്കെ നമുക്ക് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ പറ്റുമോ അവിടെയൊക്കെ ഇതേമാതിരി ഒരു സംഭവമാണ് സംഭവിക്കുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ഡിനോമിനേറ്റർ ന്യൂമറേറ്ററെക്കാട്ടിലും വേഗത്തിലാണ് സീറോയിലേക്ക് പോകണോ പറഞ്ഞാൽ ഇതുമാതിരി ഇൻഫിനിറ്റിയിലേക്ക് പോകും. നമ്മുടെ ന്യൂമറേറ്റർ ആണ് ഡിനോമിനേറ്ററെക്കാട്ടിലും വേഗത്തിൽ സീറോയിലേക്ക് പോകണോ പറഞ്ഞാൽ ആദ്യത്തെ കേസ് വരും, സീറോയിൽ വരും. ഫോർ എക്സാമ്പിൾ, ഓക്കെ, അപ്പോ ഫോർ എക്സാമ്പിൾ നമ്മുടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് ആണെന്ന് വെക്കുക, ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് ക്യൂബ് ആണെന്ന് വെക്കുക, അല്ലെങ്കിൽ ഇത് 2x ആണെന്ന് വെക്കുക, ഇതാണെങ്കിൽ 3x ക്യൂബ് ആണെന്ന് വെക്കുക. അപ്പോ നമ്മുടെ എ വന്നിട്ട് 0 ആണെന്ന് വെക്കുക. ഇവിടെ എക്സ് ഗോയിങ് ടു എ അല്ലേ, നമ്മുടെ എ 0 ആണെന്ന് വെക്കുക. അപ്പോ ലിമിറ്റ് എക്സ് ഗോയിങ് ടു 0, നമ്മുടെ എ 0 ആണല്ലോ, ഓഫ് ദ റേഷ്യോ 2x ബൈ 3x ക്യൂബ് എന്തായിരിക്കും? ഓക്കെ, നമ്മൾ സീറോയിലേക്ക് കൊണ്ടുപോവാണ്. സീറോയിൽ ആയാൽ മാത്രമേ ഈ റേഷ്യോ അൺഡിഫൈൻഡ് ആവുള്ളൂ അല്ലെ. 2 × 0 0, 3 × 0 ക്യൂബ് 0, അപ്പോ ഈ റേഷ്യോ അൺഡിഫൈൻഡ് ആണ്. പക്ഷെ എക്സിന്റെ സീറോന്റെ അടുത്ത് വരെയല്ലേ കൊണ്ടുപോകുള്ളൂ, 0 ആക്കണ്ടല്ലോ. അപ്പൊ നമുക്ക് ഈ എക്സിനെയും എക്സ് ക്യൂബിനെയും എക്സിനെ ക്യാൻസൽ ചെയ്യാം ഇവിടെ അല്ലെ. നമുക്ക് എക്സിനെ ക്യാൻസൽ ചെയ്തിട്ട് ഇവിടെ ഇതിനെ 2 ആക്കാം. അപ്പൊ ഇതെന്ത് പറ്റും? ദിസ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ഗോയിങ് ടു 0 2/3x² ആക്കാം. എന്നിട്ട് നമ്മൾ x0 കൊണ്ടുവന്ന് പറ്റും, ന്യൂമറേറ്റർ ഒരു നോൺ സീറോ വാല്യൂ ആയി. ഞാൻ ഇവിടെ പറഞ്ഞില്ലേ, ന്യൂമറേറ്റർ ഒരു നോൺ സീറോ വാല്യൂ അല്ല, എവിടെയാണ് ന്യൂമറേറ്റർ ഇവിടെ ന്യൂമറേറ്റർ നോൺ സീറോ വാല്യൂ, ഡിനോമിനേറ്റർ സീറോയിലേക്ക് പോകണം. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇവിടെ ന്യൂമറേറ്റർ ഒരു നോൺ സീറോ വാല്യൂ 2, ഡിനോമിനേറ്റർ ഇവിടെ ഒരു സീറോയിലേക്ക് 3x² എക്സ് ചെറുതാക്കി കൊണ്ടുവരുമ്പോൾ ഇത് ചെറുതാക്കി കൊണ്ടുവരുമ്പോൾ ഈ സാധനം വലുതായിട്ട് ഇൻഫിനിറ്റിയിലേക്ക് പോകും. അപ്പോ ഇവിടെ നമുക്ക് ലിമിറ്റ് ഇല്ല, കാരണം ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ലിമിറ്റ് ഇല്ല. ഇനി ലാസ്റ്റ് എക്സാമ്പിൾ ഇവിടെ എഴുതാൻ സാധ്യത, ഞാൻ ഇവിടെ എഴുതാട്ടോ. എഫ് ഓഫ് എക്സ് വന്നിട്ട് 2x ക്യൂബ്, ജി ഓഫ് എക്സ് വന്നിട്ട് 3x. അപ്പൊ ഈ റേഷ്യോ എന്ത് പറ്റും? ലിമിറ്റ്, ഓക്കെ, ഇതൊന്നും നിങ്ങൾ കൺഫ്യൂഷൻ ആവണ്ട. ലിമിറ്റ് എക്സ് ഗോയിങ് ടു 0 എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് is equal to limit x going to 0 of 2x cube by 3x. എക്സിനെ നമ്മൾ 0 ആക്കുന്നില്ല, 0ന്റെ അടുത്ത് വരെ കൊണ്ടുപോകുള്ളൂ. അപ്പോൾ ഇവിടെ ചെയ്ത മാതിരി നമുക്ക്
ഇവിടെയും നമുക്ക് എക്സിനെ ക്യാൻസൽ ചെയ്യാം, ഒരു എക്സിനെ ക്യാൻസൽ ചെയ്യാം. അപ്പോൾ എക്സ് പോയി ഇവിടെ വന്നിട്ട് 2. അപ്പോൾ ഇതെന്ത് വരും? 2x²/3. അപ്പോൾ എക്സിന് 0യിൽ കൊണ്ടുപോകുമ്പോൾ എന്ത് പറ്റും? ന്യൂമറേറ്റർ 0യിലേക്ക് പോകണു, ഡിനോമിനേറ്റർ കോൺസ്റ്റന്റ് ആണ്, അപ്പോൾ ഇത് 0യിലേക്ക് പോകും. ഇനി രണ്ടും f(x) 2x³, g(x) 3x³. അങ്ങനെ വരുമ്പോൾ f(x) 2x³, f(x) x³ പവർ x³ ഒരു മൾട്ടിപ്പിൾ ആണ്, g(x) ഒരു x³ മൾട്ടിപ്പിൾ ആണെങ്കിൽ ഇവിടെ ഒരു പവർ ഓഫ് എക്സിൽ ക്യാൻസൽ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ഇപ്പൊ പറഞ്ഞ കേസിൽ x³ മൊത്തം ക്യാൻസൽ ആവും, ന്യൂമറേറ്ററിൽ നിന്നും ഡിനോമിനേറ്ററിൽ നിന്നും മൊത്തം ക്യാൻസൽ ആവും. അപ്പോൾ നമുക്ക് ഈ റേഷ്യോ വന്നിട്ട് 2/3 എന്ന് കിട്ടും. അപ്പോൾ ഒരു ഫൈനൈറ്റ് ഇവിടെ എങ്ങനെ 3/2 എന്നാണ് കേട്ടോ. ഓക്കെ, ഇവിടെ നമുക്ക് 3/2 എന്ന് കിട്ടിയില്ലേ? എവിടെ കിട്ടിയത്? അതെ, ഇവിടെ 3/2 എന്ന് കിട്ടിയില്ലേ? ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിൾ 2/3 എന്ന് കിട്ടും. അപ്പൊ ഇതേമാതിരി ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒരേ രീതിയിലാണ് 0യിലേക്ക് പോകണമെന്ന് പറഞ്ഞാൽ, അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ f(x) 2x³, g(x) 3x³. ഓക്കെ, അപ്പോൾ ഞാൻ എവിടെ എഴുതാം? ഇവിടെ എവിടെയെങ്കിലും എഴുതാം. f(x) is equal to 2x³, g(x) is equal to 3x³. അപ്പോ ലിമിറ്റ് x going to 0, f/g is equal to 2x³/3x³. എക്സിന് 0 ആക്കുന്നില്ലല്ലോ, 0യിൽ കൊണ്ടുപോകണില്ലല്ലോ. അപ്പോൾ നമുക്ക് ഇതിനെ ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഇതെന്ത് വരും? 2/3. അപ്പോൾ കണ്ടില്ലേ? അപ്പോൾ നമുക്കൊരു പ്രോപ്പർ ലിമിറ്റ്, ഒരു 0 അല്ലാത്തൊരു 0 എന്ന് പറയുന്ന ലിമിറ്റും പ്രോപ്പർ ലിമിറ്റാണ് കേട്ടോ. ഇൻഫിനിറ്റി മാത്രമേ പ്രോപ്പർ ലിമിറ്റ് അല്ലാതെ വരുന്നുള്ളൂ. പക്ഷേ ഇൻഫിനിറ്റി അല്ലാത്ത വേറെ എന്ത് ലിമിറ്റും പ്രോപ്പറാണ്. പക്ഷേ ഒരു നോൺ സീറോ ലിമിറ്റ് കിട്ടണമെങ്കിൽ, ഞാൻ പറഞ്ഞില്ലേ, ഒരു നോൺ സീറോ ലിമിറ്റ് കിട്ടണമെങ്കിൽ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒരേ രീതിയിൽ 0യിലേക്ക് പോകണം. ഇത് x³ മുഖാന്തരമാണ് 0യിലേക്ക് പോണ, g(x) x³ മുഖാന്തരമാണ് 0യിലേക്ക് പോണ പറഞ്ഞാൽ നമുക്ക് ഇതിന്റെ റേഷ്യോ 2/3 ലിമിറ്റ്, ഈ റേഷ്യോന്റെ ലിമിറ്റ് 2/3 കിട്ടും. ഞാൻ ഇവിടെ നേരെ തിരിച്ചാണ് 3/2 എന്നാണ്. കാരണം ഇതും ഒരേ രീതിയിലാണ് 0യിലേക്ക് പോണത്. 0.3, 0.03, 0.003, 0.0003. ഇവിടെ ഡിനോമിനേറ്റർ വന്നിട്ട് 0.2, 0.02, 0.002 അങ്ങനെ. അപ്പൊ അങ്ങനെ ഒരേ രീതിയിൽ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 0യിലേക്ക് പോകണമെങ്കിൽ, ഒരേ രീതിയിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഫോർമുല വെച്ചിട്ട് പറയണമെങ്കിൽ ഇതാ, ന്യൂമറേറ്ററും x³ താഴെ ഡിനോമിനേറ്ററും x³ അല്ലെങ്കിൽ ന്യൂമറേറ്റർ x⁴, ഡിനോമിനേറ്ററും x⁴, അങ്ങനെ ഒരേ രീതിയിൽ പോകണമെങ്കിൽ നമുക്ക് എന്തായാലും ഒരു ഫൈനൈറ്റ് നോൺ സീറോ ലിമിറ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ബേസിക് ഐഡിയ ഓഫ് ലിമിറ്റ്സ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ റിഗ്രസ് ആയിട്ടൊന്നല്ല ഇത് ചെയ്യണത്, നമ്മുടെ ഒരു ഇൻറ്റ്യൂഷൻ ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ ഈ ഐഡിയാസ് വെച്ചിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ 1-2 സിമ്പിൾ എക്സാമ്പിൾസ് ഓഫ് ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ശരി. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമ്മൾ ഡെറിവേറ്റീവ്സിന്റെ ചില എക്സാമ്പിൾസ് നമുക്ക് ചെയ്യാം. ഓക്കെ, ശരി.